ഹായ്, ഐ എം സുൽഫി. എൻ്റെ നാട് ആലപ്പുഴയാണ്. ഞാനിപ്പോൾ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മെയിൻ ക്യാമ്പസിലാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് 3 ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത്. ആ 3 ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് അനാട്ടമി ഡിപ്പാർട്ട്മെന്റ്, രണ്ടാമത്തേത് ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് സെക്കൻഡ് ഇയർ വരെ നമുക്ക് ക്ലാസ്സസ് ഒക്കെ ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത്. നമുക്ക് 13ഓളം ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഉണ്ട് ഇവിടെ, 3500ഓളം ഹോസ്പിറ്റൽ ബെഡ്സ്, അതിന്റെ കൂടെ തന്നെ 450 പരം മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു കോളേജാണിത്. നമുക്ക് 2 ക്യാമ്പസ് ആണുള്ളത്. 2 ക്യാമ്പസിനും അടുത്തായിട്ട് നമുക്ക് 3 ഹോസ്റ്റൽസ് ആണ് വരുന്നത്. ഈ 3 ഹോസ്റ്റൽസിലായിട്ടാണ് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് നിൽക്കുന്നത്. ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് 3 ഹോസ്റ്റലുകൾ നമുക്ക് ഉള്ളത്. ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ നമുക്ക് ഫിസിയോളജി, ഫാർമക്കോളജി, ബയോകെമിസ്ട്രി എല്ലാം നമുക്ക് ഇന്ത്യൻ ഫാക്കൽറ്റീസ് തന്നെയാണ് ക്ലാസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമുക്ക് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത്. എല്ലാം ഈച്ച് ആൻഡ് എവറി ടോപ്പിക്ക് നമുക്ക് തിയറി ആണെങ്കിലും ലാബ് ആണെങ്കിലും എല്ലാം ഭയങ്കര ക്ലിയർ ആയിട്ട് തന്നെ ആയിരിക്കും എടുക്കുന്നത്. ഓഫ് ദ ടീച്ചിങ് വന്നിട്ട് നമുക്ക് ഇംഗ്ലീഷ് ആയിരിക്കും. നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും ടീച്ചേഴ്സ് ആയിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നതും. ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. പിന്നെ അതിനൊപ്പം പറയേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽസ് ആണ്. ഉസ്ബെക്ക് ആളുകൾ, അവർ നമ്മളുമായിട്ട് ഭയങ്കര, നമ്മൾ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് നമ്മളോടൊരു വലിയ കാര്യമാണ്. നമ്മളെ ആ ഒരു കെയർ ചെയ്യുന്നതും അവർ നമുക്ക് തരുന്ന ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ട് തന്നെയാണ്. വേറൊരു കൺട്രിയിലും ഞാൻ ഇങ്ങനെ ആ ഒരു നമുക്ക് ഇന്ത്യൻസിനോടുള്ള ആ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നാട്ടിൽ ഒരു ഫംഗ്ഷനും മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഓണം, ദീപാവലി, ബക്രീദ്, ഈദുൽ ഫിത്തർ ഒന്നും എനിക്കങ്ങനെ മിസ് ചെയ്തതായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മളിവിടെ എല്ലാ ഫംഗ്ഷനും നമ്മൾ ഒരുപോലെ തന്നെ നമ്മൾ ആഘോഷിക്കലുണ്ട്. ഭയങ്കര ഗ്രാൻഡായിട്ട് തന്നെയാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഫുഡൊക്കെ വെച്ച് എല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഒരു തേർഡ് ഇയർ ആയതുകൊണ്ട് തന്നെ ഞാൻ അപ്പാർട്ട്മെന്റിലോട്ട് ഷിഫ്റ്റ് ആയി. അപ്പോൾ നമുക്ക് വലിയൊരു വ്യത്യാസം എനിക്ക് തോന്നിയില്ല. ഇപ്പൊ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ പോയി വാങ്ങിക്കാനാണെങ്കിലും നമുക്ക് മാർക്കറ്റൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു പുറം നാട്ടിൽ വന്ന് ഭയങ്കര പൈസ ചെലവ് മുടക്കി നമുക്ക് വാങ്ങിക്കുന്ന പോലും തോന്നിയില്ല. എല്ലാം എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇപ്പം നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റോർ ഇല്ലെങ്കിൽ കൂടെ ഇന്ത്യൻ തിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഭയങ്കര ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വെതറിനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു സമ്മർ ടൈമാണ്. ഇപ്പം നമുക്ക് ഭയങ്കര ഒരു പുറം നാട്ടിലാണ് എന്നുള്ള ഒരു ഫീൽ ഇല്ല. കാരണം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ, നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണോ അതേ ഒരു സെയിം വെതർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ വിന്റർ ടൈമിലാകുമ്പോൾ ഭയങ്കര സ്നോയും നല്ല തണുപ്പും ഒക്കെ വരും. പക്ഷെ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്കത് ഓക്കെ ആണ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല. -11, -16 വരെ പോകുമെങ്കിലും നമുക്കത് ഓക്കെ ആണ്. നമുക്ക് റൂമിൽ എല്ലാം, ഇപ്പൊ ഹോസ്റ്റലിലാണെങ്കിലും അപ്പാർട്ട്മെന്റിലാണെങ്കിലും നമുക്ക് ഹീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹീറ്റർ ഉണ്ടാവും. സോ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ വാട്ടർ ആണെങ്കിലും ഇപ്പൊ നമുക്ക് ഇലക്ട്രിസിറ്റി, വാട്ടർ ഒക്കെ നമുക്ക് അതിനൊരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അതെല്ലാം നമുക്ക് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പം എന്റെ നാട് ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ എനിക്ക് ട്രിവാൻഡ്രം, കൊച്ചി എല്ലാം അടുത്ത് തന്നെ ആയിരിക്കും. സോ ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ കൊച്ചിയിൽ നിന്നായിരിക്കും കയറുന്നത്. ഫ്ലൈറ്റ് എനിക്ക് കൊച്ചിയിൽ നിന്നായിരിക്കും ഫ്ലൈറ്റ്. കൊച്ചി ടു ഡൽഹി, ദെൻ ഡൽഹി ടു താഷ്കണ്ട് ആണ് എനിക്ക് ഫ്ലൈറ്റ് വരുന്നത്. അത്ര ഡിലേ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ലേ ഓവർ ഒന്നും ഒരുപാട് വരുന്നില്ല. സോ എനിക്ക് ഒറ്റ, ഇപ്പൊ ഇൻഡിഗോ നമുക്ക് അവൈലബിൾ ആണ്. നാട്ടിൽ നിന്ന് ഇൻഡിഗോ അവൈലബിൾ ആണ്. സോ ഒറ്റ ഫ്ലൈറ്റ് തന്നെ നമുക്ക് താഷ്കണ്ടിലെത്തും. പിന്നെ താഷ്കണ്ടിൽ നിന്ന് ഫർഗാനയിലോട്ട് ബൈ റോഡ് ഒരു 5 hour അത്രയും ടൈം വരുന്നുള്ളൂ. അതല്ലാണ്ട് തന്നെ താഷ്കണ്ട് ഫർഗാന നമുക്ക് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. ഞാൻ വിക എഡ്യൂക്കേഷൻ വഴിയാണ് ഇവിടെ അഡ്മിഷൻ എടുത്തത്. ഇപ്പൊ ഞാൻ വന്നിട്ട് 3 വർഷം തികയാറായി. ഫ്രം സ്റ്റാർട്ടിങ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും അവർ നമ്മളോടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളും. ഇപ്പൊ നമുക്ക് ഇവിടെ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും, ഇപ്പൊ വിസയുടെ ആവശ്യമാണെങ്കിലും രജിസ്ട്രേഷൻ നമുക്ക് ഇയർലി നമുക്ക് വിസ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പൊ അതിനൊക്കെ ആണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമുക്കൊരു വന്നു കഴിഞ്ഞ് ചില ഏജൻസികളൊക്കെ ആണെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞ് പിന്നെ അവരുമായിട്ട് നമുക്ക് ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ വിളിച്ചാലും അവരെപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. പക്ഷെ വിക അങ്ങനെയല്ല. നമുക്ക് എന്തൊരു ആവശ്യത്തിനും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. താഷ്കണ്ടിലാണെങ്കിലും മറ്റു പല കോളേജിലാണെങ്കിലും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ടൈം ആണെങ്കിലും അവർക്ക് അവിടെ ക്ലാസ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. പിന്നെ അങ്ങനെ ട്രാൻസ്ഫർ എടുക്കാൻ പറ്റുമോ എന്ന് വരെ ചോദിച്ച കുട്ടികളുണ്ട് ഇവിടെ ഇങ്ങോട്ടേക്ക്, ഫർഗാനയിലോട്ടേക്ക്. അപ്പോൾ നമുക്ക് പഠിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലാണെങ്കിലും ഫർഗാന ഇസ് ദ ബെസ്റ്റ് വൺ.